രണ്ടു പേർക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് പറ്റിയല്ലേ? മറ്റേ വെള്ളത്തിൽ വീണ അനന്ത് വെള്ളത്തിൽ വീണ കമ്പി കുടുങ്ങിയിട്ട്. അപ്പം ഈ കമ്പി വെള്ളത്തിലെങ്ങനെ വന്നത്? അത് വിലങ്ങിട്ടും ഫോറസ്റ്റ് മൊത്തം കമ്പി ഇങ്ങനെ ഇട്ടിരിക്കുന്നു. വെള്ളത്തിൽ കൂടിയും ആ വെള്ളത്തിൽ മുകളിൽ കൂടെ കുറ്റിയൊക്കെ അടിച്ചിട്ട് പൊന്തിച്ചിട്ടാണ് ഇത് ഇട്ടത്. വെള്ളത്തിൽ ചവിട്ടിയപ്പോഴാണ് ഈ ഷോക്ക്. കമ്പി സൈഡിലെ കാണാത്ത രീതിയിൽ ഒരു മറ്റേ ഇതുണ്ടല്ലോ കരിമ്പ് സൈഡിലുള്ള കാട് അതിനുള്ള കൂടെ കമ്പിയിട്ടുണ്ട്. മീൻ കോരുന്ന പോലുള്ള തട്ടിയിട്ടുണ്ടാവും. തട്ടിയിട്ട് നേരെ വീണു. ഒരാൾ തട്ടിയപ്പോൾ മറ്റേ ആൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ 2-3 ആൾ വീണു. എന്താ പേര്? ഇത് കമ്പി തട്ടി വീണാണ്. അത് അവനാദ്യം ചെന്നിട്ട് കമ്പിയിൽ തട്ടണത്. സമയം ഏത് കയറി പിടിച്ചിട്ട് അവന് വീണു. തട്ടിയപ്പോൾ തെറിച്ചു പോയാലേ വീണതാണ്. തട്ടിയപ്പോൾ തന്നെ വീണു. ആളെ കയറി പിടിച്ചപ്പോൾ മറ്റേ ആളല്ലേ? ആ ടൈമിൽ പിന്നെ പെട്ടെന്ന് എന്താ ചെയ്യാറില്ലല്ലോ. അവൻ നേരെ ചെന്ന് അവനും തൊട്ട് അവൻ ഇങ്ങോട്ട് വീണു. അവൻ നേരെ അനന്തു നേരെ കമ്പീൻ്റെ മേലെ കൂടി. അവർ വീണപ്പോൾ തന്നെ നമ്മൾ തോട്ടിൽ നിന്ന് കയറി. ഞങ്ങൾ 3 പേര് തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് പിന്നെ തുണി വെച്ചിട്ട് യദുവിനെ ഇങ്ങോട്ട് കയറ്റിക്കാരൊക്കെ കയറ്റി. ആ സമയം ഷാനും അപ്പുറത്തേക്ക് ചാടിയപ്പോൾ കമ്പിയില കൊളുത്തി വീണ്ടും കൊളുത്തി അല്ലേ? ഷാനും വീണു. ഷാനും ഇതുമാണ് പരിക്ക് പറ്റി. അതെങ്ങനെയുണ്ട് അവർ രണ്ടുപേരും സ്ഥിതി? ഇല്ലില്ലേ ഇത് ഇവിടെ ഉണ്ട്. ഷാനു ഹോസ്പിറ്റലിൽ കുഴപ്പമില്ലല്ലോ. മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? മോശം അവസ്ഥ കഴിഞ്ഞല്ലേ? സാധാരണ ഇങ്ങനെ കമ്പി ഇടാറുണ്ടാവില്ല ഈ ഭാഗത്ത്. സാധാരണ അവിടെ തോട്ടിലെങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഇതൊരു സ്ഥിരം പോകണമെന്ന് ഇത് ഇങ്ങനെ പറ്റുന്ന പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും 3-5 പോകേണ്ടതാണ്. ശരിക്കും കാരണം ഇവരവിടെ പുറത്ത് 2 തട്ടാത്തത് കൊണ്ടാണ് നമ്മളറിയാൻ പറ്റിയത്. 5 തട്ടണമെങ്കിൽ ആരും അറിയില്ല. പിന്നെ അവിടെ ആരെങ്കിലും അതിൽ കൂടെ പോകണമെങ്കിൽ അവരും തട്ടും. അത് ശരിയാണ്. ഇത് വലിയൊരു ദുരന്തമുള്ള ഇതായിരുന്നു. നിങ്ങൾ പിന്നെ പോയി ഫ്യൂസ് ഊരി അവരെ രക്ഷപ്പെടുത്തി. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഏരിയൊക്കെ. പക്ഷേ രാത്രി കാലങ്ങളിൽ ഇത് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ